എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് ആ ഒരു സമയമാണ് കാണിക്കുന്നത്. ഇതൊരു വീക്ക് ഡേ ആണ്. അപ്പം ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ എല്ലാ മാസവും ആദ്യം തന്നെ നമ്മൾക്ക് തീർന്ന സാധനങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് അത് വാങ്ങിക്കാൻ പോകുമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ അത് ഞങ്ങൾ എപ്പോഴും ഒരു വീക്ക് ഡേയിലാണ് മിക്കവാറും ചെയ്യുന്നത്. കാരണം ശനി ഞായർ നല്ല തിരക്കായിരിക്കും റിലയൻസിലുമൊക്കെ. അപ്പം ഞങ്ങളത് ഏതെങ്കിലും ഒരു വീക്ക് ഡേ വൈകിട്ട് സമയം ഉണ്ടാക്കി ഒരു 5 മണിക്കൊക്കെ ശേഷം ഒരു 5-5:30 ആകുമ്പം പോയി വാങ്ങിക്കും. അപ്പം ഞാൻ മിക്കവാറും അങ്ങനെ കൂടുതൽ ഒന്നിച്ച് വാങ്ങിക്കേണ്ട അപ്പം റിലയൻസിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതല്ലാതെ ഒറ്റ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തീരുമ്പോഴേ ഞങ്ങൾ തൊട്ടടുത്തുള്ള കടയിലൊക്കെ പോയി വാങ്ങിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും റിലയൻസിൽ തന്നെ പോയി എല്ലാ സാധനങ്ങളും വാങ്ങിക്കും. പിന്നെ ഞാൻ ഈ പരിപ്പ് അങ്ങനെയുള്ള ചെറുപയർ, കടല, പരിപ്പ് ആ ടൈപ്പ് സംഗതികളൊക്കെ റിലയൻസിൽ നിന്ന് വാങ്ങിക്കത്തുള്ളൂ. കാരണം അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഈ ചെള്ളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല, നല്ല ക്ലീൻ ആയിരിക്കും. പക്ഷെ നമ്മൾ പുറത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഇങ്ങനെ മലയാളീസുകളുടെ സൂപ്പർ മാർക്കറ്റ് തന്നെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ നമ്മൾ കടലയൊക്കെ വെള്ളത്തിൽ ഇടുമ്പം ഈ ചെള്ളൊക്കെ പൊങ്ങി കിടക്കും. അപ്പം നമുക്കത് ഒത്തിരി പഴയതായിട്ടായിരിക്കുമല്ലോ അങ്ങനെ കാണുന്നത്. അപ്പം റിലയൻസിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതങ്ങനെ കാണാറില്ല, നല്ലതായിട്ടായിരിക്കും. അപ്പം ഞാൻ തീർന്ന സംഗതികളൊക്കെ വാങ്ങിക്കുകയാണ്. നമ്മുടെ ഡെറ്റോളിൻ്റെ ഹാൻഡ് വാഷ്, നമ്മുടെ സോപ്പ്, ലിക്വിഡ്, ആ കാര്യങ്ങളും എല്ലാം തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. പിന്നെ നമ്മൾ ലിസ്റ്റ് ഞാനിങ്ങനെ നോട്ട് ചെയ്തുകൊണ്ട് പോകും ഫോണിൽ. അപ്പം അതും നോക്കി പിന്നെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു. പച്ചക്കറിയൊന്നും ഞാൻ ഇവിടുന്ന് വാങ്ങിക്കാറില്ല. ഗ്രോസറി ഐറ്റംസ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. പച്ചക്കറിയൊക്കെ പച്ചക്കറി കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പം ഞങ്ങളതെല്ലാം വാങ്ങിച്ചു, വണ്ടിയെ കയറ്റി. അപ്പം അധികം തിരക്കില്ലായിരുന്നല്ലോ. ഇത് ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്നും അടുക്കാൻ പറ്റത്തില്ല, അതിനകത്ത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പം ഞങ്ങൾ മിക്കവാറും ആ ഒരു വീക്ക് ഡേയ്സിൽ പോയി ഇതുപോലെ മാസം ആദ്യം ഇങ്ങനത്തെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വരും. പിന്നെ ഞാൻ മറ്റേ നമ്മുടെ കുത്തരിയല്ലേ, അത് ഓൺലൈനിലേ വാങ്ങിക്കാറുള്ളൂ. അതാണ് നല്ലതായിട്ട് കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ റിലയൻസിലത് കിട്ടത്തില്ല. ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല, നല്ല കുത്തരിയൊന്നും കണ്ടിട്ടില്ല. മറ്റേ ഇവിടെ അടുത്തുള്ള കടയിലൊക്കെ അത് മേടിച്ചിട്ട് തുടക്ക സമയത്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൊള്ളത്തില്ലായിരുന്നു. അപ്പം ഞാൻ വന്നു കഴിഞ്ഞ് പെട്ടെന്നങ്ങ് ഡിന്നർ ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം ഞങ്ങൾ നേരത്തെ ഡിന്നർ കഴിക്കുന്നവരാണ്, ഒരു 7-7:30 ആകുമ്പോൾ കഴിക്കുന്നതാണ്. അപ്പം ഞാൻ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടാണ്, വൈകുന്നേരം ആയപ്പം വേഗം കുഴച്ച് വെച്ചിട്ടാണ് പോയത്. പിന്നെ സബോളയും തക്കാളിയൊക്കെ വൃത്തിയാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വെക്കാൻ പോകുന്നത് ഒരു പനീർ ബട്ടർ മസാലയാണ്. അപ്പം ഞാനിത് പക്ക ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാലയൊന്നുമല്ല, സാധാരണ എൻ്റെ ഒരു രീതിക്കുള്ള ഒരു പനീർ ബട്ടർ മസാല. റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നുമല്ല, നമ്മൾ ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അല്ലാത്ത ഒരു നോർമൽ വീട്ടിലൊക്കെ വയ്ക്കുന്ന ടൈപ്പ് ഒരു പനീർ ബട്ടർ മസാല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സംഗതികൾ അരിഞ്ഞു വെക്കുകയാണ്. തക്കാളി കുറച്ച് പഴുത്ത തക്കാളി എടുക്കുന്നതായിരിക്കും ഇങ്ങനെ പനീർ ബട്ടർ മസാല, ബട്ടർ ചിക്കൻ ഇതിനൊക്കെ നല്ലത്. നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയെടുക്കണം. പിന്നെ അത് നമുക്ക് ഒന്ന് വഴറ്റണം. അപ്പം വഴറ്റാൻ വേണ്ടിയിട്ട് ഓയിലാണ് ആക്ച്വലി ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ ഇപ്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഓയിലും ബട്ടറും കൂടെ മിക്സ് ചെയ്തൊക്കെയാണ് സാധാരണ അവരൊക്കെ നമ്മുടെ പനീർ ബട്ടർ മസാല ശരിക്കും വെക്കുന്നത്. അപ്പം ഞാനിവിടെ ശക്കലും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതൊരു നമ്മുടെ സ്റ്റൈലൊരു പനീർ ബട്ടർ മസാലയാണ്. അപ്പം ഇഞ്ചി ആദ്യം ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക സംഭവമൊക്കെ ചേർത്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സബോള ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് ഈ പൊടികൾ, നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അപ്പോൾ കാശ്മീരി മുളക് പൊടിയായിരിക്കും ഞാൻ ചേർക്കുന്നത്. അതാകുമ്പോൾ അതിനൊരു നിറമൊക്കെ കിട്ടും. നിങ്ങൾക്ക് എരിവ് വേണമെന്നുള്ളവർ മറ്റേ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർത്താൽ മതി. ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഒരു ശകലം ഗരം മസാലപ്പൊടിയും, ഓൾറെഡി നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ശകലം പൊടിയായിട്ടുള്ള ഗരം മസാല ചേർത്താൽ മതി, അല്ലെങ്കിൽ മസാലയുടെ കുത്തൽ വരും. എന്നിട്ട് നമ്മുടെ ഈ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക.
അപ്പം പഴുത്ത തക്കാളി ആകുമ്പോൾ നന്നായിട്ട് വഴണ്ട് ഉടഞ്ഞ് വരും. അപ്പോൾ ഞാൻ പനീർ എടുത്തിട്ടുണ്ട്, ഒരു 200 ഗ്രാം പനീർ. ഇതിപ്പോൾ ഞാൻ 2 ദിവസത്തേക്കുണ്ട് എനിക്ക് ഈ കറി. ഞാൻ പനീർ ബട്ടർ മസാല വെക്കുമ്പം പനീർ ഞാൻ മുറിച്ചിട്ട് ബാക്കി ഇങ്ങനെ 200 ഗ്രാം ആയിട്ടാണ് ഞാൻ മേടിക്കുന്നത്. അപ്പം അത് മുറിച്ച് പിന്നെ ഞാൻ ആ ഒരു ബ്ലോക്ക് മൊത്തത്തിൽ ഞാൻ കറി വെച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കും. അല്ലാതെ ഞാനത് വെക്കില്ല, മുറിച്ച് മാറ്റി അങ്ങനെ വെക്കാറില്ല. അപ്പം തന്നെ ഉപയോഗിച്ച് 2 ദിവസം കൊണ്ട് ഉപയോഗിച്ച് അങ്ങ് തീർക്കും. അപ്പം എനിക്ക് ഈ പനീർ ബട്ടർ മസാല ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം രാത്രിയിലും ഞങ്ങളത് എടുക്കും. ഇവിടെ ഇഷ്ടമാണ്, അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പം ഞാൻ പനീർ ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇത് അക്ഷയകൽപ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പനീറാണ്. എനിക്ക് ഈ പനീർ നല്ല ഫ്രഷുമാണ്. നല്ല കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പനീർ കഴിക്കാൻ നല്ല ടേസ്റ്റ്. എനിക്ക് പുറത്തുനിന്ന് നമ്മൾ മറ്റേതിൻ്റെയൊക്കെ വാങ്ങിക്കുന്ന പോലുള്ള ഒരു ടേസ്റ്റ് അല്ല, നല്ലൊരു നമുക്ക് ആ ഒരു ഫ്രഷാണെന്ന് നമുക്ക് കഴിക്കുമ്പം തന്നെ ഒരു തോന്നും. പിന്നെ ഇതിനകത്ത് ശകലം കാഷ്യൂവും കൂടെ അങ്ങ് ചേർക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ കാഷ്യൂ വെള്ളത്തിലിട്ടൊക്കെ അരച്ചൊക്കെ ചേർക്കാം. ഞാൻ പക്ഷേ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് പോവുക ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വഴറ്റി അങ്ങ് ചേർത്ത് പോവും. അപ്പോൾ ഇത് നമുക്ക് 6 കഴിഞ്ഞിട്ട് വേണം അരച്ച് എടുക്കാനായിട്ട്. അപ്പം ഞാനിത് ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അത് ഫാനിൻ്റെ കീഴിൽ കൊണ്ട് വയ്ക്കും. അപ്പോൾ അത് ആറും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഞാൻ എണ്ണ ഉപയോഗിക്കുന്നില്ല, ഇത് നോൺ സ്റ്റിക്ക് പാനല്ലേ. അപ്പം എണ്ണ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പനീർ ജസ്റ്റ് ആ ഒരു നമ്മൾ കൂട്ടാനുണ്ടാക്കി അത് കഴുകുമൊന്നും വേണ്ട, ആ വഴറ്റിയതൊന്നും കഴുകുമൊന്നും വേണ്ട, അതിൽ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് നോൺ സ്റ്റിക്ക് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ നമ്മൾ അരച്ച ഈ മസാല, നമ്മൾ ഉണ്ടാക്കിയ മസാല മിക്സിക്കകത്തിട്ട് നല്ലതായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഈ പനീറിനകത്തോട്ടൊന്ന് തേച്ചിട്ട് പനീർ ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും ഈ കസ്തൂരി മേത്തിയും കൂടെ ചേർക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ, പനീർ ബട്ടർ മസാലയല്ലേ, അപ്പം ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഒന്ന് ചേർക്കുക. അപ്പോൾ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ക്രീം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആകുമ്പോഴത്തേനും പനീറും ബട്ടറും കൂടെ മിക്സ് ചെയ്ത എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബട്ടർ ഫ്രൈ ചെയ്തെടുക്കുന്നത്, ബട്ടറും പോട്ട് പനീർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇവർ ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുക. അപ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല വരുന്നത്. ഇതൊരു ഹോം മെയ്ഡ് പനീർ ബട്ടർ മസാല, ഒരു പനീർ കറി. അപ്പം ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു ചെറിയ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശകലം ബട്ടർ ലാസ്റ്റ് ചേർത്ത്. പിന്നെ ഒരു കാര്യം മറന്നു, ഒരു പച്ചമുളകും കൂടെ ലാസ്റ്റ് ഒന്ന് അരിഞ്ഞിടണം. ഒന്ന് ചരിച്ച് കട്ട് ചെയ്തൊന്ന് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. പിന്നെ മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ മല്ലിയില ഇടുമ്പോൾ അത് കടിക്കുന്നതിനകത്ത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്തില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇനി ബാക്കി ഒരു ശകലം ഒരു 2 ഉരുള ചപ്പാത്തിയും കൂടെ ഇവിടെ മാവിരിപ്പുണ്ട്, അത് ഞാനങ്ങ് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. അപ്പോൾ നാളെ എന്തായാലും ഈ കറി ബാക്കിയൊക്കെ ഉണ്ട്, അപ്പം ചപ്പാത്തി തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ സ്റ്റൗ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. വേറൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം ഇന്ന് പ്രത്യേകിച്ച് നോണൊന്നും കുക്ക് ചെയ്യാത്ത ദിവസമാണ്. അപ്പം വലിയ ഒരു ഇതൊന്നും കാണത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് വെള്ളം ഒന്ന് മുക്കി എല്ലാം ഒന്ന് തുടച്ച് ചപ്പാത്തി മാവിൻ്റെയൊക്കെ പൊടി ഇരിക്കുന്നതൊക്കെ പോയാൽ മാത്രം മതി. അപ്പം അതെല്ലാം ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് പാത്രവും കൂടെ കഴുകാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇതൊക്കെ ചെയ്ത് തീർക്കുന്ന ഒരു 8:30 മുമ്പായിട്ട് മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ കിച്ചൺ ക്ലോസ് ആകും. കാരണം ഞങ്ങൾ നേരത്തെ കഴിച്ച് ഉറങ്ങത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 8:30 ആകുമ്പോഴേ എല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.